എന്താണ് ഈ വേൽമുരുകൻ, എന്താണ് ഈ ആറുമുഖൻ, എന്ത് ആറുമുഖമുള്ള വ്യക്തി ഉണ്ടാവൂ എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം. ആലോചിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കാണുകയും പലതും മനസ്സിലാക്കി പലവിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ച് നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പണ്ട് ഒരു ചെറിയ കഥയിൽ കൂടി നമുക്കത് പോയാൽ എൻ്റെ തെറ്റുകൾ ഉണ്ടാവുകയിരിക്കാം, പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം എന്നുകൂടി ഞാൻ ജ്ഞാനസ്വരൂപനല്ല, ഭഗവാൻ സുബ്രഹ്മണ്യനും ഭാവിച്ചാണ് ജ്ഞാനസ്വരൂപൻ. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ. കശ്യപമുനി എന്ന് പറഞ്ഞ ആ മുനിക്ക് 3 കുട്ടികളിലായിരുന്നു മകളുണ്ട്. പേരില് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പല പുസ്തകങ്ങളിലും പലരിക്കും വന്ന് കാണാം. ചിലപ്പോൾ താരകാസുരൻ, സിംഹമുഖൻ, ശൂരപത്മൻ എന്നൊക്കെ പറയുന്ന കുട്ടികളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാളിദാസം ഇവിടെ കുമാരതപ്പോ അതിലെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതേമാതിരി തന്നെ കന്ദപുരാണത്തിലും സുബ്രഹ്മണ്യനെ പറ്റി വളരെ വിവരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ആവർത്തിച്ച് പറയാനോ നോക്കി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് സമയം നമ്മൾ ഇതിനെല്ലാം ശ്രമിക്കുക, കുറേ സമയം അതിനായി നീക്കി വയ്ക്കുക. നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് നമ്മളെല്ലാം ചെയ്യുന്നതാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങളത് അനുസരിക്കാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയോട് അപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശൂരപത്മൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം വാങ്ങിയതാണ് പറഞ്ഞത്. ശൂരപത്മൻ പറയുന്നു, ഈ ആ ഒരു വരം വാങ്ങുന്നത് എന്താണ്? എനിക്ക് ശിവന്റെ കുട്ടിയിൽ നിന്ന് മാത്രമേ മരണം പാടുള്ളൂ എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ സതീദേവിയുടെ വേർപാട് കാരണം പരമശിവൻ ദുഃഖിതനായിട്ട് എന്ന് ഞാൻ ഒരു ജീവിതത്തിലേക്ക് വരില്ല, ഞാൻ ഭഗവാൻ ഈ തപസ്സിന് പോവുകയായിരുന്നു, കഠിന തപസ് ആരംഭിക്കാൻ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അസുരൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് ശിവന്റെ മകനിൽ കൂടെ എനിക്ക് മരണം വരുമെന്ന് ശിവന്റെ മകനുണ്ടാവാതിരുന്നാൽ എനിക്ക് മരിക്കേണ്ടത് എന്ന ഒരു തോന്നലിന് ഇത് എടുക്കുക. ബ്രഹ്മാവൻ പലൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ താരകാസുരൻ എന്നാണ് പേര്. ഈ താരകാസുരൻ എന്ത് ചെയ്തു? വരങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം അയാൾക്ക് മരണമില്ല, അപ്പൊ എല്ലാവരും ഉപദ്രവിക്കാം എന്നൊരു ബോധം വന്നു. അവരാന്റെ അല്പബുദ്ധികളെ കൊണ്ട് നമുക്ക് പലരും തോന്നിപ്പോവും. അതേമാതിരി അദ്ദേഹം തോന്നിയുണ്ടാവാം. പക്ഷെ എങ്കിൽ കൂടി അതിന് പല വിപരീത വരങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത്. അങ്ങനെ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് സതീദേവി വീണ്ടും ഒരു ജന്മം എടുക്കുവാണ്. ഹിമവത് പുത്രിയായിട്ട് ജനിക്കുന്നു. പാർവതി എന്ന നാമധേയത്തിൽ ജനിക്കുന്നു. അങ്ങനെ ഒക്കെ ചുരുക്കി പറയാം, കൂടുതൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ പാർവതി ദേവിയായിട്ട് ജനിക്കുകയാണ്. അപ്പൊ ശിവനെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടണം, ശിവനെ മാത്രമേ ഭർത്താവായി കിട്ടാൻ പാടുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ പാർവതി ദേവി തപസ് തുടങ്ങുന്നു. ആഗ്രഹിക്കുക, ആ ആഗ്രഹം നിറവേറാൻ തപസ് ചെയ്യുക. എനിക്കാണോ ചെയ്യുക? നമ്മൾ ഓരോ ആഗ്രഹം നിറവേറാൻ ഏതാണോ സ്റ്റെപ്പ്, ആ ഒറ്റ ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ തപസ് തുടങ്ങണം. ആ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ശിവതപസ് അടക്കാൻ വേണ്ടിയിട്ട് കാമദേവൻ എത്തുന്നു എന്നാണ് പറയുന്നത്. ആ കാമദേവൻ ശിവകോപം കാമദേവനെ ഭസ്മമാക്കുന്നു. പാർവതി ഒട്ടാന സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ എനിക്ക് ഭർത്താവായി കിട്ടണം എന്ന ധാരണയോട് കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ പാർവതി തപസ് തുടങ്ങുന്നു. ആ തപസ് തുടങ്ങുന്നവർക്ക് ഈ തപസ് ഭഗവാൻ ഇതൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല, വളരെ ഇതായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പാർവതി ഭഗവാനെ എനിക്ക് എൻ്റെ ഭർത്താവായി കിട്ടണം എന്ന നിലയ്ക്ക് പാർവതി ഇവിടെ തടസ്സമുണ്ട്. ശിവൻ ഒരു പാർവതിയെ സംപ്രീതമാനം വയ്യാതെ കഷ്ടപ്പെടുന്നു. ആ സമയത്ത് ശിവൻ പാർവതിയെ ഒന്ന് പരീക്ഷിക്കാം എന്ന് ഉദ്ദേശിക്കുകയാണ്. എങ്ങനെയുണ്ട് പാർവതിയോട് എന്നോടൊക്കെ ചുരുക്കുകയാണ് കേട്ടു. പാർവതിക്ക് എന്നോടുള്ള ഭക്തി എന്നതിലേക്ക് അങ്ങനെ ഒരു വധുവിന്റെ വേഷത്തിൽ ശിവൻ എത്തുകയാണ് പാർവതിയുടെ മുമ്പിൽ. പാർവതിയോട് എന്ന് പറയുകയാണ്, എന്തിനാണ് ഈ തപസ് ചെയ്യുന്നത്? ആരെ കിട്ടാനാണ് ഈ തപസ് ചെയ്യുന്നത്? എന്തിനാണ് ഈ ശിവനെ കിട്ടിയ കാര്യം? ശിവൻ എന്ത് കഴിവാണുള്ളത്? ശിവൻ പല്ലകഭൂഷണനാണ്, കുടിത്വധാരിയാണ്, ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് അദ്ദേഹത്തിനുള്ള ആഡംബരം, എന്താണ് അദ്ദേഹത്തിനുള്ള കഴിവ് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അങ്ങനെ ശിവൻ തന്നെയാണ് ഈ രൂപം മാറി വന്നിരിക്കുന്നത്. ശിവൻ പാർവതി എന്നിൽ എത്രമാത്രം ഭക്തയാണ്, എന്നിൽ എപ്പോഴും അനുരാഗമുണ്ട് എന്നതിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പാർവതി പറയുന്നു, എന്റെ ശിവനെ, ഞാൻ ശിവനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ കഴിവുകളെ വർണ്ണിക്കാൻ അദ്ദേഹത്തിന് മാത്രം ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടേ ഇല്ല. 14 ലോകങ്ങളിലും അധിപനാണ് അദ്ദേഹം. അദ്ദേഹം അത്രയും വലിയവനാണ്. അദ്ദേഹത്തെ കിട്ടാതെ ഞാൻ ഒരിക്കില്ല. ഞാൻ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ഭാര്യയായി ഞാൻ ശേഷകാലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് പാർവതി ശിവനെ എങ്ങനെ പുകഴ്ത്തുന്നു. ശിവൻ പാർവതിയോട് ശിവനെ താഴ്ത്തി പറയുന്നു. പാർവതി ശിവനെ വലിയവനാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി അങ്ങോട്ടും പറഞ്ഞു. ഈ ഇതില് അങ്ങനെ ഇതെല്ലാം കേട്ട് ശിവൻ എന്ത് ചെയ്യുന്നു വെച്ചാല് പാർവതിയെ എല്ലാവിധ സുഖങ്ങളും ഉപേക്ഷിച്ചാണ് പാർവതി തപസ് ചെയ്യുന്നത്. അങ്ങനെ ആ പാർവതിയുടെ തപസ്സിൽ നിന്ന് ഒരു വലിയ ചൂട് ഉത്ഭവിക്കുകയാണ്. ആ ചൂട് ലോകത്തെ മുഴുവൻ ബാധിക്കാൻ തുടങ്ങി. അത്രയും മുഖ്യമായ തപസ്സാണ് പാർവതി ദേവി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ചെയ്തുകൊണ്ട് അങ്ങനെ വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങുമെന്നു. ആ നിലയ്ക്കാണ് ഒരു ബദ്ധമായ രൂപത്തിലാണ് ശിവൻ ആദ്യം വന്നിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുന്നിരിക്കുന്നു. പാർവതിയുടെ ഈ അനന്തരമായ ഭക്തിയുണ്ട്. പാർവതിക്ക് എന്നിലുള്ള അനുരാഗം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശിവൻ ശിവൻ വന്നിക്കുന്നത് ശിവന്റെ യഥാർത്ഥ രൂപത്തിലാണ് വരുന്നത്. ആദ്യം ശിവനെ കാണിക്കണം. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്ത് ശിവൻ യഥാർത്ഥ രൂപം കൈക്കൊള്ളണം. യഥാർത്ഥ രൂപം കൈക്കൊള്ളുമ്പോൾ ഈ പാർവതിയുടെ അമ്മയ്ക്ക് പേടിയാവുകയാണ്. ശിവന്റെ ആ രൂപം, ആ പാമ്പിന്റെ കഴുത്തിലേറ്റ രൂപം, അങ്ങനെ ആ വേഷധാരം ഒക്കെ കാണുമ്പോൾ ശിവന്റെ അമ്മയ്ക്കേ പേടിയുള്ളൂ. അങ്ങനെ ചെയ്യും. അത് മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കണം. മഹാവിഷ്ണു ആശ്വസിപ്പിക്കണം. ഒന്നും ഭയപ്പാനില്ല, ഇതൊന്നുമല്ല, സത്യം ഇടപെടും, ഇപ്പൊ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ മഹാവിഷ്ണു അവിടെ പാർവതിയുടെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോ അതേ സമയത്ത് ശിവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സുന്ദര രൂപനായിട്ട് പാർവതിയുടെ അടുത്താണ്. വളരെ മനോഹരമായ രൂപം ധരിച്ചുകൊണ്ട് അങ്ങനെ പാർവതിയുടെ അടുത്തത്. അന്ന് മുതൽ ശിവന് സുന്ദരേശ്വരൻ എന്ന പേര് വന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അന്ന് മുതൽ സുന്ദരേശൻ കൂടിയായി. ഇവിടെ പുൽത്തോലിയാചാര്യ ആയിരിക്കാം, മറ്റായിരിക്കാം, പക്ഷെ അന്ന് സുന്ദരേശ്വരനായി എന്നാണ് പറയുന്നത്. കല്യാണം കഴിയുന്നത് ബ്രഹ്മാവിന്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ശിവപാർവതിയുടെ കല്യാണം കഴിയുന്നത്.
പിന്നെ ശുദ്രബന്ധൻ എങ്ങനെ ഉണ്ടായി എന്നുകൊണ്ട് നമുക്ക് ചെറുതായി മനസ്സിലാക്കാം. സുബ്രഹ്മണ്യ സ്വാമി ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് 3 ദിവ്യ അഗ്നികണങ്ങൾ ഉണ്ടായി എന്ന് ഭാഗം പറയുന്നുണ്ട്. ആ അഗ്നികണങ്ങളെ വായു ഭഗവാനും അഗ്നിദേവനും കൂടിയിട്ട് ഈ അഗ്നി കണങ്ങളെ താമരപ്പൊയ്കയോ പൊയ്യുണ്ടല്ലോ പഴനിയില് ശരവണപ്പൊയ്കയിൽ 6 താമര ഈ അഗ്നികൾ നിശ്ചയിച്ചതും അത് കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഏറ്റവും മനോഹരങ്ങളായ 6 കുട്ടികളായി ആ രൂപം തിരിഞ്ഞു വരുന്നു. നല്ല 6 കുട്ടികളുടെ രൂപത്തിൽ വന്നു, മനോഹരങ്ങളായ കുട്ടികളായ രൂപത്തിൽ. അതാണ് സുബ്രഹ്മണ്യ സ്വാമി വരുന്നത്. അങ്ങനെ ആ പാർവതി ദേവി ആ സന്തോഷം കണ്ട് ആ കുട്ടികളുടെ ആ സൗന്ദര്യ ഭാവം കണ്ടിട്ട് ഒന്നിച്ച് അങ്ങനെ വാരി പുണരാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടി അങ്ങോട്ട് ഒന്നിച്ച് വെക്കും. എന്നിട്ടാണ് വാരി പുണർന്നു. അപ്പൊ അദ്ദേഹം എല്ലാം കൂടി ഒന്നായി പോകും. അങ്ങനെ ആ മുഖങ്ങൾക്ക് പ്രത്യേകം വന്നില്ല. അങ്ങനെ ആരോഹനായി എന്നൊരു ഇത് പറയുന്നു. കണ്ടപുരാണം അവരെ കുമാരസംഭവത്തിലൊക്കെ അതിനെപ്പറ്റി പഠനത്തിൽ വിവരീകരിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതും തെറ്റല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ഏകദേശ രൂപങ്ങളെ കിട്ടാൻ സാധിക്കും. അങ്ങനെ അതിന്റെ 6 മുഖനായിട്ട് ഭഗവാൻ വെച്ചു. അങ്ങനെയാണ് അറുമുഖനാകുന്നത്. ആദ്യം ഈ 6 കുട്ടികളുടെ സുബ്രഹ്മണ്യനായിട്ട് വരുന്നു. പിന്നെ 6 മുഖങ്ങളെ ഒന്നിച്ചിട്ട് ഇത് ടൈപ്പം അറുപതായിട്ട് വരുന്നു. പിന്നെ വേല് കയ്യിൽ കെട്ടിക്കൊണ്ട് വേലായുധനായിട്ട് വരുന്നു, വേൽമുരുകനായിട്ട് വരുന്നു എന്നെല്ലാം കഥകൾ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാം. അല്ലേ കൃഷ്ണ? ആരോഗ്യം